മാഡം, നമ്മുടെ ടി ജിക്ക് ജാമ്യമൊക്കെ കിട്ടി ആൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അതീവ ഗൗരവത്തോടു കൂടിയാണ് സർക്കാർ കണ്ടത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. മുമ്പ് പി സി ജോർജിൻ്റെ കാര്യത്തിലെന്ന പോലെ ഇപ്പോൾ ടി ജിയുടെ കാര്യത്തിലും സർക്കാർ അല്പം അമിത താല്പര്യം കാണിച്ചെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. മാഡത്തിന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഉണ്ട്? അത് ശരിയാണ് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ടി ജി മോഹൻദാസിനെ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ അദ്ദേഹം വരുന്നതാണ്, വാർത്തകൾ ചെയ്യുന്നതാണ്. അപ്പോൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും മുൻപും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെ ഭാവനയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രി ആയാൽ അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങൾ അതിലും പറയുന്നുണ്ട്. മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ പരിമിതികളുണ്ട്. അതേ നമ്മൾ 5ാമത്തെ നിലയിൽ നിന്ന് കാണുമ്പോൾ അവർ 101ാമത്തെ നിലയിൽ നിന്നാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. സ്വാഭാവികമായി ആ കാഴ്ചപ്പാടിനും വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് അദ്ദേഹം ജന്തർ മന്ദറിലെ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത്. അതിലെ കുറച്ച് ഭാഗം മാത്രം അടർത്തിയെടുത്ത് മുൻപ് അദ്ദേഹം ചെയ്ത മറ്റൊരു വീഡിയോയിലെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അത് സ്ത്രീ വിരുദ്ധമാണ്, മറ്റേത് കലാപാഹ്വാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് എനിക്ക് തോന്നുന്നു അർജുൻ ആയങ്കെ പിടിച്ചതിൻ്റെ അന്ന് വൈകിട്ട് അദ്ദേഹത്തെ പിന്നെ മാധ്യമങ്ങളുടെ സമ്മർദ്ദം 11 ദിവസമായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, വി ഡി സതീശനും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണോ, ബി ജെ പിയും ആർ എസ് എസും ആദ്യം തന്നെ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞതാണ്. അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങൾക്ക് അതിൽ അദ്ദേഹത്തോടൊപ്പമല്ല ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ആർ എസ് എസും ബി ജെ പിയും അതിൽ നിന്ന് പിന്മാറിയതാണ്. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലെത്തുന്നു. ഏകദേശം 2 മണിക്കൂറോളം അവിടെ റെയ്ഡ് പരിശോധന പോലെയൊക്കെ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറൊക്കെ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ട് നേരെ തിരുവനന്തപുരം പോലീസ് ക്ലബ്ബിലേക്കാണ് പോകുന്നത്. ഏകദേശം 2:30 മണിയോടുകൂടി തിരുവനന്തപുരത്തെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വീണ്ടും അദ്ദേഹത്തെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 11 മണിക്ക് ഹാജരാക്കില്ല. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നത്. പിന്നീട് 3 ദിവസം തിരുവനന്തപുരത്ത് തങ്ങേണ്ടി വന്നു. ചോദ്യം ചെയ്യലിന് രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെ ചോദ്യം ചെയ്യൽ. ഇതിനും വേണ്ടിയുള്ള എന്ത് കുറ്റമാണ് ടി ജി മോഹൻദാസ് ചെയ്തത് എന്നതാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും സംഘികളല്ല, എല്ലാവരും ബി ജെ പിക്കാരല്ല, എല്ലാവരും ആർ എസ് എസ്കാരല്ല. എല്ലാ പാർട്ടിയിലുള്ളവരും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരുണ്ട്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊന്നടങ്കം ചോദിക്കുന്നതാണ് ഇത്രയും വലിയ ചോദ്യം ചെയ്യലും ഈ ആരോഗ്യസ്ഥിതി ഒന്നും നോക്കാതെ മട്ടാഞ്ചേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയതുമൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നേരത്തെ പി സി ജോർജ് ഇത്തരത്തിൽ ലവ് ജിഹാദിനെ കുറിച്ചും ഹിന്ദുക്കളുടെ ഇടയിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തിയപ്പോഴും ഇതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു, കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് മാധ്യമങ്ങളുടെ ചില സമ്മർദ്ദത്തിന്റെ പുറത്താണ് പി സി ജോർജിനെയും ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നതും. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ജാമ്യം കിട്ടി, അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ മറയ്ക്കാൻ, ചില കാര്യങ്ങൾ വാർത്തകളാക്കാതിരിക്കാൻ ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് കൊണ്ട് നടന്നു, അത്തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ നടന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. അതായത് ഈ ഒരാൾക്ക് സംഘി മനോഭാവം ഉണ്ടെങ്കിൽ ആർ എസ് എസിനോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ദേശവിരുദ്ധനാണ്, അയാൾ പറയുന്നതെല്ലാം മണ്ടത്തരമാണ്. ടി ജി മോഹൻദാസിനെ കോമാളി എന്ന് വിളിക്കുന്നവരുണ്ട്, അദ്ദേഹം വിവരക്കേടിന്റെ ഉസ്താദ് എന്ന് പറയുന്നവരുണ്ട്, ബുദ്ധിജീവി എന്ന് അഭിനയിക്കുന്ന ആളെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം ബുദ്ധിജീവിയാണെന്ന്, അദ്ദേഹത്തിന് ഒരുപാട് വിവരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോ ഈ ചാനലുകാര് മറ്റു ചർച്ചകൾക്കൊന്നും വിളിക്കാത്തതാണോ? അല്ല, വിളിക്കാത്തതാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഒക്കെ അവതാരകർ ഒരു ചോദ്യം ചോദിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബാക്കി പറയാനുള്ളവർക്കുള്ള സ്പേസ് കൊടുക്കും, അവരുടെ അഭിപ്രായം കേൾക്കാനാണ് ജനങ്ങൾ ഇരിക്കുന്നത്. ഇപ്പൊ CPM-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും BJP-യുടെ ആയാലും വേറെ ഏതെങ്കിലും പോഷക സംഘടനകളിൽ ആരെങ്കിലും ഒക്കെ വന്നാൽ അവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനാണ് പ്രേക്ഷകർ ഇരിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പൊ അവതാരകർ എന്ത് പറയുന്നു, ഈ വരുന്ന ഗസ്റ്റുകളെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കാതിരിക്കാം എന്നാണ്. ഇപ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവമുള്ള അവതാരകയാണ് ഇരിക്കുന്നെങ്കിൽ അവർ കോൺഗ്രസിന്റെ ഒരു നേതാവ് വന്നാൽ അവർക്ക് എത്രമാത്രം സമയം കൂടുതൽ കൊടുക്കാൻ പറ്റും അത്രയും കൂടുതൽ കൊടുക്കും. അവർ പറയുന്നത് പ്രേക്ഷകർ കേൾക്കണം. ബാക്കി CPM-ന്റെ BJP-യുടെ ആളുകൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി അവരൊരു തുടങ്ങുമ്പോൾ തന്നെ അവരുടെ പുറത്ത് കയറിയിട്ട് ഒന്നും പറയാൻ സമ്മതിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും.
ടി.ജി. മോഹൻദാസിനെ സംബന്ധിച്ച് നല്ല ബുദ്ധിയും വിവരവും നോളജും ഒക്കെ ഉള്ള ആളാണ് ടി.ജി. മോഹൻദാസ് സാറ്. അപ്പൊ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പോയാൽ അവതാരകർ എന്തെങ്കിലും ചോദിച്ചാൽ ആ അവതാരകരെ വലിച്ചു കീറി ഒട്ടിച്ച് ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി ചോദിച്ചിട്ടാണ് അദ്ദേഹം കഴിച്ചു വരുന്നത്. ഇത് അവതാരകർക്കെല്ലാം ഭയമായി. കാരണം ഈ ഇരിക്കുന്ന അവതാരകർക്ക് 1-2 പേർക്ക് മാത്രമേ ഇദ്ദേഹം പറയുന്നതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ശരിക്കും അദ്ദേഹത്തെ ഈ ചാനൽ ചർച്ചയിൽ ക്ഷണിക്കാതിരിക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരമാണ്. കാരണം അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പറയാൻ അറിയില്ല, തിരിച്ചു പറയാനുള്ള. ഇപ്പോൾ ടി.ജി. മോഹൻദാസ് ഞാനും തമ്മിൽ ഒരു ചർച്ചയിലിരുന്നാൽ ഞാൻ തോറ്റു തുന്നം പാടും, അത് എനിക്ക് തന്നെ അറിയാം. കാരണം ഇപ്പൊ സാറ് വായിക്കുന്നത് പോലെ, ടി.ജി. മോഹൻദാസ് സാറ് വായിക്കുന്നത് പോലെയുള്ള അറിവോ ഞാനോ എനിക്കില്ല. എനിക്ക് എന്റെ പരിമിതമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കില്ല എന്ന് പറയണ്ട, നമുക്കില്ല എന്നങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അത്രയും അറിവ് നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ തോറ്റ് തുന്നം പാടി പിന്നെ അടിയറവ് പറയും. പലരും അങ്ങനെയാണ്. പല ചാനൽ ചർച്ചകളിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഉത്തരം മുട്ടിക്കുന്ന പല കാര്യങ്ങൾ അദ്ദേഹം തന്നെ പലരെയും ഉത്തരം മുട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അദ്ദേഹം വായിച്ച പേജിന്റെ എത്രാമത്തെ വരിയിൽ എത്രാമത്തെ സെന്റൻസിൽ ഇത് കിടക്കുന്നു എന്ന് വരെ പറയും. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ പിടിച്ചിരുത്തിയാൽ നമുക്ക് ഒന്നുകിൽ അദ്ദേഹത്തെക്കാൾ നമുക്ക് അറിവ് വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനുള്ള അറിവുമെങ്കിലും വേണം. ഇതൊന്നുമില്ലാത്തവരാണ് അദ്ദേഹത്തെ വിമർശിക്കാനും അദ്ദേഹം എന്ത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ SFIയുടെ ഒരു നേതാവാണ് ഒരിക്കൽ പിന്നെ നീയൊക്കെ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടികളെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ഒരു വല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തിയത്. അതിലും വലുതായിട്ടുള്ളൊരു സ്ത്രീവിരുദ്ധ പരാമർശം എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ആരെങ്കിലും നടത്തി. M.M. മണി എത്രയോ തവണയാണ് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത്. എന്നിട്ട് അദ്ദേഹത്തെ ഇവിടെ ആരും അറസ്റ്റ് ചെയ്യുന്നതോ പരാതിയായിട്ട് കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തെ ഇതാരും നമ്മളാരും കണ്ടിട്ടില്ല. വളരെ മോശമായ കമന്റുകൾ, സ്റ്റേറ്റ്മെന്റുകൾ പലപ്പോഴും M.M. മണി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെ. അങ്ങനെ എത്ര പേര്. മണി ആ ഭാഷ അതൊരു സുകുമാര കലയാക്കി മാറ്റി. അത് പറയുന്നത് അത് നാച്ചുറൽ ആയിട്ട് അയാൾ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അയാൾ ശൈലി അങ്ങനെയാണെന്ന്. അപ്പൊ പിന്നെ ടി.ജിക്കും പറയാലോ എന്റെ ശൈലി ഇതാണ് എന്നുള്ളത്. ടി.ജിയെ സംബന്ധിച്ച് അദ്ദേഹം ഭയപ്പെട്ടില്ല. 11 ദിവസം അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം നിയമത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു പൗരനാണ്. അത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു കേസിലൂടെ അദ്ദേഹം തെളിയിച്ച കാര്യമാണ്. കാരണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിൽ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ LLB കഴിഞ്ഞ് എൻറോൾ ചെയ്ത ഒരു ആളാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്ത് പറഞ്ഞാൽ കേസ് വരും, ആ കേസ് കോടതിയിൽ നിലനിൽക്കുമോ, പോലീസ് ഈ കേസും കൊണ്ട് കോടതിയിൽ പോയാൽ തനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരാള്. അദ്ദേഹം സംസാരിക്കുന്ന ഓരോ ഭാഷയിലും അതിൻ്റെതായ ഓരോ വാക്കിലും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഇത് ഞാൻ പുറത്തേക്ക് വിട്ടാൽ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും എന്ന്. അതറിയാവുന്ന ഒരാളാണ്. ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. കാരണം വന്ന് ഹാജരാകണം, നോട്ടീസ് അയച്ച് ഹാജരാകണമെന്ന് പറഞ്ഞാൽ ഹാജരാകുന്ന ഒരാളാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹത്തെ കൊടും ക്രിമിനലിനെ പോലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു, പോലീസ് ഓടി വരുന്നു, അദ്ദേഹത്തെ കയ്യാമം വയ്ക്കുന്നു. കയ്യാമം വെച്ചില്ല, അദ്ദേഹത്തെ പിടിച്ചോണ്ട് വന്നു. പക്ഷെ ആ ജീപ്പിനിരുന്നും അദ്ദേഹം ചിരിക്കുന്ന മുഖമാണ് എല്ലാവരും കാണുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്തത് എന്താണ് എന്നുള്ളത്. അതിൽ കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ കഴിയും. കാരണം അവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം 73 വയസ്സായ ഒരാളാണ് ടി.ജി. മോഹൻദാസ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പല അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസണിന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെ ഇത്ര സമയത്തിന് ശേഷം വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവരെ വിളിച്ച് കൊണ്ടുവരേണ്ട രീതിയും ഒക്കെ അദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ പറഞ്ഞു. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പോലീസിന് ഒന്നുകിൽ അവർ ടി.ജി. മോഹൻദാസ് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറയും. കാരണം ഇത് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യേക്ക്, നാളെ തന്നെ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളൊക്കെ അദ്ദേഹത്തിന് എഴുതി ചേർത്തിട്ട് ജാമ്യം കൊടുത്ത് അദ്ദേഹത്തെ വിടണേ എന്ന് ഭരണത്തിൽ നിന്ന്. കാരണം ഇത് നിലനിൽക്കുന്ന കേസല്ല, അത് അവർക്കും അറിയാം. ചുമ്മാ നാണം കെടുന്നതിനെക്കാൾ നല്ലത് അറസ്റ്റ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്തു, ജാമ്യം കൊടുത്ത നമ്മളല്ല കോടതിയാണ്. അപ്പൊ കാര്യം കഴിയല്ലോ. അപ്പൊ അദ്ദേഹത്തെ ഈ കിട്ടിയ സാഹചര്യം മുതലെടുത്ത് അദ്ദേഹത്തെ ഒന്ന് താറടിക്കാനായിട്ട് കുറെ പേരെങ്കിലും ശ്രമിച്ചു. അതൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല നാൾ കല്ലിൽ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയില്ലേ സാർ, അതുപോലെയാണ് ഈ ചാനലുകളുടെ മത്സര ബുദ്ധിയിൽ പല ജീവനുകളും പലരുടെയും ജീവിതം ഒക്കെ ഇല്ലാതായിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പൊ തിരിച്ചടി നമ്മുടെ മുന്നിൽ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.